ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. പത്രോസും യോഹന്നാനും ഒക്കെ നമ്മുടെ പ്രാർത്ഥനയിലെ ദിനം സന്ദർശകരാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ അവർ കടന്നു വരുന്നവരും കർത്താവെ അവരെ പോലെ, അവർ പറഞ്ഞ വചനം പോലെ, അവരുടെ അധ്യായത്തിലെ പോലെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്നൊരു ഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 4-ാമത്തെ അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലാണ്. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ഉള്ളവർ ആയിരുന്നു എന്ന് പറഞ്ഞു. ലോകത്തിന്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ലോക മനുഷ്യരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ കഴിവുള്ളവരെ കുറിച്ചേ മനുഷ്യൻ സംസാരിക്കാറുള്ളൂ. അവരൊരു ഉദാഹരണത്തിന് പോലും അങ്ങനെയുള്ള വ്യക്തികളെ എടുക്കാറുള്ളൂ. അവർ ഓർക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനത്തെ വ്യക്തികളെയാണ്, അല്ലെ? എന്നാൽ ബൈബിൾ തന്നെ പറയുന്നു അവർ പഠിപ്പില്ലാത്തവരായിരുന്നു. പരിശുദ്ധാത്മാവ് തന്നെ പറയുന്നു അവർ ധൈര്യമില്ലാത്തവരായിരുന്നു. എന്നാൽ എപ്പോ യേശുക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷമുള്ള അവരുടെ ധൈര്യം, അവരുടെ വിശ്വാസം, അവരുടെ ജ്ഞാനം മുമ്പത്തെ പോലെ അല്ല. ഇപ്പൊ വ്യത്യാസമുണ്ട്. ഈ മെസ്സേജ് കേൾക്കുന്ന ഓരോരുത്തരിലേക്കും ഞാൻ ആത്മാവിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. പരിശുദ്ധാത്മ നിറവിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. തിരുവെഴുത്തിൽ 2 ചരിത്രങ്ങൾ എപ്പോഴും ഒരു മനുഷ്യനെ കുറിച്ച് പറയും. ഒന്ന്, അവൻ ദൈവത്തെ അറിയുന്നതിനു മുൻപേ. 2, അവൻ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം. ഈ സമയം നിങ്ങൾ ഈ സന്ദേശം എപ്പോഴാണ് കേൾക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷെ എപ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിലും ഈ സമയം എനിക്ക് ദൈവാത്മാവിൽ നിങ്ങളോട് പറയാൻ ഒരു ആലോചനയുണ്ട്, ഒരു ദൈവം തരുന്നൊരു സന്ദേശമുണ്ട്. അതിതാണ്: നിങ്ങൾ ദൈവത്തെ അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടെങ്കിൽ, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നതെങ്കിൽ, ടോളറേറ്റ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ സഫർ ചെയ്യുന്നതെങ്കിൽ, ഞാൻ ദൈവാത്മാവിൽ പറയുന്നു 2 ചരിത്രങ്ങളായി നിങ്ങളുടെ ജീവിതം പിരിയും. ഒന്നാണ്, ദൈവത്തെ അറിയുന്നതിനു മുൻപേ പ്രത്യേകിച്ചൊരു സാധ്യതയില്ല. എന്നാൽ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം ചില സാധ്യതകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഓപ്പൺ ആകാൻ പോവുകയാണ്. പത്രോസിനെ എടുക്കൂ, യോഹന്നാനെ എടുക്കൂ. ഇവിടെ തിരുവെഴുത്ത് പറയുന്നു അവരുടെ ധൈര്യം കണ്ടവർ അത്ഭുതപ്പെട്ടു. എന്നാൽ മുൻപേ അവരുടെ ധൈര്യം കാണാനും ആരും ഇല്ലായിരുന്നു, അവർക്ക് ധൈര്യവും ഇല്ലായിരുന്നു. മുൻപേ ഇവർ വിദ്യാഭ്യാസമില്ലാത്തവരായിരുന്നു, ജ്ഞാനമില്ലാത്തവരായിരുന്നു, അജ്ഞരായിരുന്നു. എന്നാൽ യേശുവിനെ അറിഞ്ഞതിന് ശേഷം ഇവരെ ജ്ഞാനിയാക്കി മാറ്റിയ ഒരു പരിശുദ്ധാത്മാവുണ്ട്. ആ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഞാൻ 2 ഇവരുടെ ചരിത്രത്തെ തിരിക്കാൻ പോകുവാണ്. ഈ പുരോഹിതന്മാരുടെ മുമ്പിൽ, ഈ വന്നു നിൽക്കുന്ന സംഘത്തിന്റെ മുമ്പിൽ ഞാൻ ഇവരുടെ ചരിത്രത്തെ 2 തിരിക്കാൻ പോകുവാണ്. കാരണം മുന്നേ ഭീരുക്കളായി കണ്ടവർ ഇപ്പോൾ അവരുടെ ധൈര്യം കാണുന്നു. മുമ്പേ അജ്ഞരായി കണ്ടവർ ഇപ്പോൾ ജ്ഞാനിയായി കാണുന്നു. എതിർ പറയാൻ പോലും ഒരു വാക്കില്ലാത്ത രീതിയിൽ പണ്ഡിതന്മാരുടെ വായടച്ച ദൈവാത്മാവിനാൽ ഉപയോഗിക്കപ്പെടുന്ന 2 അഭിഷിക്തരാണ് ഇപ്പോൾ പത്രോസും യോഹന്നാനും. പ്രിയപ്പെട്ട സുഹൃത്തെ, കുടുംബമേ, നിങ്ങൾ ദൈവത്തെ അറിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു പുതിയ ചരിത്രം നിങ്ങൾക്ക് ഓപ്പൺ ആകാൻ പോകുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ചരിത്രം ഉണ്ടാകാൻ പോകുകയാണ്. മുമ്പേ നിങ്ങൾ കഴിവില്ലാത്തവരെന്ന് പറഞ്ഞവർ, മുമ്പേ നിങ്ങൾ ധൈര്യമില്ലാത്തവരായി കണ്ടവർ, മുമ്പേ നിങ്ങളെ ഒരു തള്ളിക്കളഞ്ഞ കല്ലിനെ പോലെ എണ്ണിയവർ, ഇവിടെ തിരുവെഴുത്ത് പറയുന്നു, അപ്പോസ്തല പ്രവൃത്തികൾ 4:11 പറയുന്നു, വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്നവൻ ഞങ്ങളുടെ മധ്യത്തിലുണ്ട്. ആ കല്ലാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ചിലതിന്റെ കോർണർ സ്റ്റോണായി മാറാൻ പോകുവാണ്. സുഹൃത്തെ, നിങ്ങളുടെ കോർണർ സ്റ്റോൺ യേശുവാണെങ്കിൽ നിങ്ങൾ ചിലരുടെ കോർണർ സ്റ്റോണായി മാറാൻ പോകുവാണ്. ഞാൻ ദൈവാത്മാവിൽ പ്രവചിക്കുകയാണ്. പത്രോസിന്റെ ജീവിതത്തിൽ ഒരു പുതിയ ചരിത്രം വന്നതുപോലെ, യോഹന്നാന്റെ ജീവിതത്തിൽ ഒരു പുതിയ ചരിത്രം വന്നതുപോലെ, മുന്നേ ഇവരുടെ ഒന്നും മുമ്പിൽ നിൽക്കാൻ പോലും ധൈര്യമില്ലാതിരുന്നവരെ ഇവരുടെ മുമ്പിൽ സാക്ഷിയാക്കി മാറ്റി അതേ പരിശുദ്ധാത്മാവ് ഈ സമയം താങ്കളോട് പറയുന്നു, നിങ്ങളെ ചിലരുടെ മുമ്പിൽ സാക്ഷിയാക്കി നിർത്താൻ പോവുക. നിങ്ങളെ ചിലരുടെ മുമ്പിൽ കർത്താവ് കഴിവുള്ളവനാണെന്ന് തെളിയിക്കാൻ പോകുക.
നിങ്ങളെ ചിലരുടെ മുമ്പിൽ എൻ്റെ ദൈവം മാന്യപാത്രങ്ങളാക്കി മാറ്റാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ അത്ഭുതം നിങ്ങൾക്കുള്ളത്. വിശ്വസിച്ച് ആമേൻ പറയുക. ഗാഡ് ബ്ലെസ് യു.